യുവേഫയ്ക്കും സ്പാനിഷ് ലീഗിനും ഒളിയമ്പുമായി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. ലോകകപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് തുറന്ന കത്തിലൂടെയുള്ള മറുപടിയിലാണ് ഫിഫ പ്രസിഡന്റിന്റെ ഒളിയമ്പ്. ലോകകപ്പിനെ ചൊല്ലി ഫിഫയും യുവേഫയും സ്പാനിഷ് ലീഗും തമ്മിലുള്ള പോര് വീണ്ടും ശക്തമായി. നേരത്തെ യുവേഫ പ്രസിഡന്റ് അലക്സാണ്ടർ ചെഫ്രൈനും ലാലിഗ പ്രസിഡന്റ് ഹാവിയർ ടബാസും ലോകകപ്പിലെ ഫിഫയുടെ തീരുമാനങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഫൊളാറിൻ ബാലോഗന്റെ സസ്പെൻഷൻ പിൻവലിച്ചത്, റഫറിംഗ് മാനദണ്ഡങ്ങൾ, ടിക്കറ്റുകളുടെ ഉയർന്ന വില, ഫൈനലിലെ ഹാഫ് ടൈം ഷോ എന്നിവയാണ് പ്രധാന വിമർശന വിഷയങ്ങൾ. 48 ടീമുകളുടെ ലോകകപ്പും ദേശീയ ലീഗുകളെ ദുർബലപ്പെടുത്തുന്ന ഫിഫയുടെ നയങ്ങളും ചൂണ്ടിക്കാട്ടി ഇൻഫാന്റിനോ രാജിവെക്കണമെന്നും ടെബാസ് ആവശ്യപ്പെട്ടിരുന്നു. ഈ വിമർശനങ്ങൾക്കുള്ള മറുപടിയായാണ് ഇൻഫാന്റിനോ തുറന്ന കത്ത് പ്രസിദ്ധീകരിച്ചത്. വിദ്വേഷവും തെറ്റായ പ്രചരണങ്ങളും നടത്തുന്നവർക്ക് ലോകകപ്പ് നൽകിയ സന്തോഷവും ഐക്യവും കാണാനായില്ലെന്നാണ് ഇൻഫാന്റിനോയുടെ വിമർശനം. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലായി നടന്ന ലോകകപ്പ് സുരക്ഷയുടെ കാര്യത്തിൽ മാതൃകയായിരുന്നുവെന്നും ഇൻഫാന്റിനോ പറയുന്നു. റഫറിംഗ് വിവാദങ്ങളും അച്ചടക്ക സമിതി തീരുമാനങ്ങളും യൂറോപ്പിലെ പ്രമുഖ ലീഗുകളിലും പതിവാണെന്നും അതേ രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഫിഫയ്ക്കെതിരെ വിമർശനം ഉയരുന്നതെന്നും ഇൻഫാന്റിനോ ഒളിയമ്പെറിഞ്ഞു. രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടുന്ന രാജ്യങ്ങളിലെ ടീമുകൾക്ക് ലോകകപ്പിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിലൂടെ ഫുട്ബോൾ അതിർത്തികൾക്കും രാഷ്ട്രീയത്തിനും അതീതമാണെന്ന് തെളിയിച്ചുവെന്ന് ഫിഫ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. സ്പെയിൻ കിരീടമുയർത്തിയ ലോകകപ്പ് ലോകത്തെ ഒന്നിപ്പിച്ച ടൂർണമെന്റായാണ് ചരിത്രം ഓർക്കുകയെന്നും വിമർശനങ്ങളല്ല ആരാധകരുടെ ആഘോഷങ്ങളാണ് ലോകകപ്പിന്റെ യഥാർത്ഥ മുഖമെന്നും ഇൻഫാന്റിനോ തുറന്ന കത്തിൽ വ്യക്തമാക്കി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.